അതേപോലെ അടുത്ത കാലത്ത് ഞാൻ ഞെട്ടിപ്പോയ ഒരു ഡയറക്ടറാണ് ശങ്കർ സാർ. നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ് അല്ലേ? അഹങ്കാരം പറയില്ലട്ടോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ്. എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്നറിയാമോ? ഓ ഒന്ന് നിർത്തണ്ട സാബുവേ, കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ തന്നിട്ട് പറയിപ്പിക്കുവാന്ന്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. അപ്പോ ചടങ്ങ് തുടങ്ങലച്ചാ. എന്താ ഒരു എല്ലൊടിയാണ് ഒച്ച കേട്ടത്? എല്ലൊടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. സേഫ് ആയിട്ട് ലാൻഡ് ചെയ്തു. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റൻ ടാങ്കോ? എവിടെ? എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. നീ ഇത്രല്ലേ കണ്ടോളൂ, അങ്ങോട്ട് നോക്കിയേ. ശ്രീനിവാസറാവു എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ. മറ്റേത് ഏത്? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ലേ? നേരത്തെ കാണിച്ച സ്റ്റെപ്പല്ല, മുദ്ര ശ്രദ്ധിക്കണം. മുദ്ര നേരത്തെ കാണിച്ചത് ഏക മുദ്ര, വിരൽ കണ്ടോ? ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ കാണിച്ചത് മുദ്ര, രണ്ടുപേർ. ഓ ആ മുദ്ര. റെഡി ലേഡീസ്, 1 2 3. ഭയങ്കരം തന്നെ. മോനെ മഹാരാജ, ഇത് നീ വല്ല സർക്കസ് കമ്പനിക്കാർക്ക് കൊടുക്കില്ല. എത്ര പേര് കറപ്റ്റാ ഇരിക്കീങ്ക. എന്നതാടാ ഇത്? മഴവില്ലോ? ഇയാൾ എന്തായി കാണിക്കുന്നത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഒരു കാര്യം. തന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇന്നലെ കുറച്ച് തലവേദന ഉണ്ടായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് അതിന്റെ മാസ്റ്റർ പീസ് ആണ്. അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. സെക്കൻഡ് സ്റ്റെപ്പ്. എടാ നാണമില്ലടാ. പണം കൊടുത്തവ എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ? ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. അയ്യോ കഴിഞ്ഞില്ല, ഇനി കൊറേണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. നിന്റെ ഒരു കോമഡിയോട് പറഞ്ഞടാ. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. ഇനി കഥാപാത്രം കൂടി ഒന്ന് ആയിക്കഴിഞ്ഞു വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യലാ. ഈ തട്ടിപ്പൊന്നും ചാക്കൂട്ടിന്റെ അടുത്ത് നടക്കൂല. പെട്ടോട്ടശായിരുന്നു ഇതിൽ നല്ലത്. അവരുടെ കയ്യിൽ തോക്കുണ്ട്. എങ്കിൽ നമുക്ക് തോറ്റു കൊടുക്കാം. നമുക്ക് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൂടെ? എന്ന് വെച്ചാൽ മെറ്റൽ പറക്കി എറിഞ്ഞോ? ഞെട്ടിപ്പോയ ഒരു ഡയറക്ടറാണ് ശങ്കർ സാർ. എന്തൊരു സെൻസ് ഓഫ് ഹ്യൂമർ ആണെന്നറിയാമോ? വെറുതെ ചിരിപ്പിക്കരുത്. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.